ഇവിടെ എത്തും മുമ്പ്, അതായത് ആ നിൽക്കുന്ന വിഷ്ണുവേട്ടൻ കണ്ടെത്തുന്നത് വരെ ഇവളെവിടെയായിരുന്നു? ജനിച്ചതെവിടെ? മാതാപിതാക്കൾ ആര്? പറയട്ടെ ഇവള്. പറയേ കാർത്തികേ, നിന്റെ അച്ഛനും അമ്മയും എവിടെ? നിനക്ക് ഇവരെ അറിയോ? പറയടി. ശാലിനി, അതല്ലേടി ഇത്രയും നാളും പറഞ്ഞത് കാർത്തിക അനാഥയാണെന്ന്. ഒരു സന്യാസ ആശ്രമത്തിൽ അവൾ ജീവിച്ചതും വളർന്നതും ഒക്കെ. കൂടുതൽ വെളച്ചിലെടുക്കാതെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവരെയും വിളിച്ചോണ്ട് ഇറങ്ങി പൊയ്ക്കോണം. എങ്കി പിന്നെ ഇവരാരാ സത്യാമ്മേ? അതെനിക്കെങ്ങനെ അറിയാം? വഴിയെ പോകുന്നവരുടെ ഒന്നും പേരും വിലാസം നോക്കലല്ല സത്യഭാമയുടെ ജോലി. വേണ്ട, പക്ഷേ കൂടെ നിൽക്കുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്കിലും മിനിമം അറിയണം സത്യാമ്മേ. പ്രത്യേകിച്ച് ആൾമാറാട്ടം നടത്തി ചതിക്കുന്നവരുടെ. ആൾമാറാട്ടോ? നീ എന്തൊക്കെയാ മോളെ പറയുന്നത്? അത് ഇവളോട് ചോദിക്കാൻ പറ അച്ഛാ. അവള് പറയട്ടെ. ഇവളെ നന്നായി മനസ്സിലാക്കിയിട്ട് ആ കുടുംബത്തിന്റെ വാതിൽ ഇവൾക്ക് മുന്നിൽ തുറന്നു കൊടുത്തതെന്ന് സത്യാമ്മ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ചോദിക്ക് സത്യാമ്മേ, ഈ നിൽക്കുന്ന ഇവരെ ഇവൾക്ക് പരിചയം ഉണ്ടോ ഇല്ലയോ എന്ന്. എന്റെ കൃഷ്ണ, പണി പറ്റിച്ചല്ലേ? എന്തെങ്കിലും ഒരു വഴി കൃഷ്ണൻ കാണിച്ചു തരുമെന്ന് എനിക്കറിയായിരുന്നോ? ചോദിക്ക് സത്യാമ്മേ, യെസ് ഓർ നോ, ഒരേ ഒരു വാക്ക് പറയട്ടെ ഇവള്. കാർത്തികേ, ഈ നിൽക്കുന്നവരെ നിനക്കറിയോ? മോളെ, പറ മോളെ, ഞങ്ങൾ ആരാണെന്ന് നീ തന്നെ പറഞ്ഞു കൊടുക്ക അവരോട്. കാർത്തികേ, ചോദിച്ചതിന് ഉത്തരം പറ. ഇവരെ നിനക്കറിയോ? അറിയാം. എങ്ങനെ? അതുകൂടി പറഞ്ഞു കൊടുക്ക സത്യാമ്മയ്ക്ക്. പറയേ, എങ്ങനെ ഇവരെ അറിയാൻ നിനക്ക്? അത് പിന്നെ സത്യമേ. പറയടി. നൊന്തു പ്രസവിച്ച അമ്മയാണെന്നും കൂടെയുള്ളത് അച്ഛനാണെന്നും. വേണ്ട മേഡം, ഇനി ഇവള് പറയണ്ട. ഇവൾക്ക് വേണ്ടിയാണോ വീട്ടിൽ കിടന്ന് നമ്മൾ നെഞ്ചു തല്ലി കരഞ്ഞത്? ഇവൾക്ക് വേണ്ടിയാണോ നമ്മൾ നാടായ നാട് മുഴുവൻ അലഞ്ഞു നടന്നത്? എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോ കാണാനുള്ള ആഗ്രഹമായി ഓടിയെത്തിയപ്പോ ഇവൾക്ക് നമ്മളെ അറിയില്ലെന്ന്. ഈ വയറ്റിൽ തന്നെയാണോടെ നീ 10 മാസം ഇവിടെ ചുമന്നുകൊണ്ട് നടന്നത്? ഇനി ഇവിടെ നിന്ന് നാണം കെടുന്നതിനേക്കാൾ നല്ലത് തിരിച്ചു പോവുകയാ. ശൈലജ, ഇനി ഇവിടെ നിൽക്കണ്ട. ഇങ്ങനെ ഒരു മോള് നമുക്കിനി ഇല്ല. വാ. അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റൂ നമുക്കിവളെ? എന്തിനാടി ഞങ്ങളോട് നീ ചതി ചെയ്തത്? എന്റെ വയറ്റിൽ തന്നെയാണോ നീ ജനിച്ചത്? അമ്മേ, മുണ്ട് മുറുക്കി കൊടുത്തും പട്ടിണി കിടന്നും നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ ഞങ്ങളെ ഒരു വലിയ മണിമാളിക കണ്ടപ്പോ നിനക്ക് ഓർമ്മയില്ലല്ലേ? അല്ലേന്ന് പറയടി. ഞങ്ങൾ ആരാണെന്ന് നിനക്ക് അറിയില്ല അല്ലേ? എവിടെ അറിയില്ലെന്ന് കൊല്ലൂടി നിന്നെ ഞാനിന്ന്. നിന്നെ പോലൊരു മകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന തന്നെ ഞങ്ങൾക്ക് നാണക്കേടാടി.
നിന്നെ ഞാൻ കൊല്ലോടി. അമ്മേനെ വീടമ്മേ. അമ്മേടി, ഞാനിത് കൊല്ലോടി. അമ്മേനെ വീട്. ഞങ്ങള് നിനക്ക് വേണ്ടല്ലേ? മാറ്. നീ എന്താ ഇവരെ വിളിച്ചേ? എടി, നീ ഇപ്പൊ എന്താ ഇവരെ വിളിച്ചേന്ന? അമ്മയെന്ന് തന്നെയാ, അല്ലാതെ നിങ്ങൾ ആരാണെന്ന് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവള് ഞങ്ങളുടെ മോളാ. നിങ്ങൾക്കറിയോ, സ്നേഹിച്ചും ലാളിച്ചും ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ സ്വന്തം മോളാ. അതേ സത്യമേ, ഇവളെ പോലൊരു മകൾക്ക് ജന്മം നൽകിയതിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കാൻ വരെ ഒരുങ്ങിയ അവളുടെ അച്ഛനും അമ്മയാ ഞങ്ങള്. അപ്പോ നീ എന്നോട് പറഞ്ഞതെല്ലാം കള്ളങ്ങളായിരുന്നു അല്ലേ? വിഷ്ണു, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നേ? പറയാനുള്ളത് അവള് തന്നെ പറയും. ആൾമാറാട്ടം തന്നെയാണ് സത്യാമ്മേ. പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു 100,000 കള്ളങ്ങള് പറഞ്ഞു കൊടുക്ക് കാർത്തികേ, സംഭവിച്ചത് എന്താണെന്ന്. കാർത്തികേ, എന്താ ഇതൊക്കെ? പറയടി, എന്താ ഇതൊക്കെന്ന്? സത്യം എന്നോട് ക്ഷമിക്കണം. പല പ്രാവശ്യം ഞാൻ ഈ സത്യമൊക്കെ പറയാൻ സത്യമ്മയുടെ അടുത്ത് വന്നത്, പക്ഷെ കഴിഞ്ഞില്ല. അബദ്ധത്തിൽ പറഞ്ഞൊരു കള്ളത്തിന്റെ പേരില് സത്യം എന്നെ ഇവിടെ ഇറക്കി വിടുന്നുള്ള പേടിയുണ്ട്. സത്യം എന്നോട് ക്ഷമിക്കണം, എന്നെ ഇവിടെ ഇറക്കി വിടരുത്. സ്വന്തം അച്ഛനമ്മ തള്ളി പറഞ്ഞാണോ അബദ്ധത്തിൽ പറഞ്ഞ കള്ളം? ഹാമേ, ഇവള് പഠിച്ച കള്ളിയാ. ഇനി ഇവളെ ഒരു നിമിഷം ഇവിടെ നിർത്തരുത്. ഇപ്പൊ ഇറക്കി വിടണം. അതേ ഭാമേ, ഇത്രയും കള്ളങ്ങൾ പറഞ്ഞ് ഇതുവരെ നമ്മളെ കബളിപ്പിച്ച ഇവളെ ജയിലിലടയ്ക്കാ വേണ്ടേ? അതെ സത്യമ്മേ, വിളിക്ക് പോലീസിനെ. വിഷ്ണു, നീ എന്താ പറയുന്നേ? പറയടാ, ഇനി എന്താ വേണ്ടേന്ന്? കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അമ്മയ്ക്ക് ഇനി ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാം. പിന്നെ ഇപ്പൊ ഈ കണ്ടോന്ന് എനിക്കറിയില്ല. കാർത്തികേ, ഇത്രയും നാളും ഞങ്ങളെ കബളിപ്പിച്ച നിനക്ക് മാപ്പില്ല. ഇറങ്ങണം ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന്. അയ്യോ, ദേവേനെ പറഞ്ഞു വിടരുത് സത്യമേ. ഒരാളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു പോയെന്നൊരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. എന്റെ ഇഷ്ടം നോക്കാതെ ഇവർക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ നോക്കി. എനിക്കിഷ്ടമുള്ള ആളിന്റെ കൂടെ അല്ലേ ഞാൻ ജീവിക്കേണ്ടത്, അല്ലാതെ അവർക്കിഷ്ടമുള്ള ആളിന്റെ കൂടെ അല്ലല്ലോ. അച്ഛന്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെ ഞാൻ ഇറങ്ങിപ്പോയതിന് ഇവര് പിന്നാലെ വന്ന് അപായപ്പെടുത്തുമെന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ട് സത്യമ്മയുടെ മുന്നില് ഞാനൊരു അനാഥയാണെന്ന് കള്ളം പറയേണ്ടി വന്നത്. വന്നപ്പോ കണ്ടപ്പോ ഈ പ്രൗഢിയും സ്നേഹവും എല്ലാരെയും വരച്ച വരെ നിർത്തുന്ന സത്യമ്മയുടെ കഴിവും തന്റെ ഇടവും എന്റെ മനസ്സിൽ ഒരു ആരാധന ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. ആ ആരാധന പിന്നീട് ബഹുമാനമായി മാറി. എന്നെ സത്യമ്മ കലർപ്പില്ലാതെ സ്നേഹിക്കുക കൂടി ചെയ്തപ്പോ ഈ സ്നേഹം നഷ്ടപ്പെടുമെന്ന് ഞാനും പേടിച്ചു. സ്നേഹിക്കുന്ന പുരുഷന് വേണ്ടി, അവരിപ്പം ജീവിക്കാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞു. ആ എന്റെ പൊട്ട ബുദ്ധിക്ക് സത്യമ്മ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിച്ചോളാം. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്.
ഞാൻ എത്രത്തോളം സത്യാമ്മയെ സ്നേഹിച്ചു പോയി. അഭയം ചോദിക്കുന്നവർക്ക് എപ്പോഴും ആശ്രയമല്ലേ സത്യമ്മ. ദേവീത് സത്യമ്മ എന്നെ ഇറക്കി വിടരുത്, എന്നെ ഉപേക്ഷിക്കരുത്, ഇറക്കി വിടരുത്. കൃഷ്ണ പരീക്ഷിക്കരുത്. ഇവളുടെ പൂങ്കണ്ണീരിന് മുന്നിൽ സത്യാമ്മ മനസ്സ് പതറി നിൽക്കുകയാണെന്നാ തോന്നുന്നത്. ആളെ പാട്ടിലാക്കാൻ അല്ലെങ്കിൽ തന്നെ ഇവൾക്ക് നല്ല കഴിവാണല്ലോ. സത്യമേ എന്നെ ഇറക്കി വിടല്ലേ പ്ലീസ്. എണീക്ക്, എണീക്കാൻ. സ്നേഹിച്ച പുരുഷനൊപ്പം താമസിക്കാൻ വേണ്ടിയാ അവൾ ഈ കള്ളം പറഞ്ഞിരിക്കുന്നത്. അതവളുടെ സ്നേഹത്തിന്റെ സത്യസന്ധത. ആ സത്യസന്ധതയ്ക്ക് മുന്നിൽ ഈ ഒരു കള്ളം കള്ളമേ അല്ല. അതേ സത്യമേ, ഞാൻ സ്നേഹിച്ചിരുന്ന ആള് അദ്ദേഹം ഇല്ലാതെ എനിക്കിനി ജീവിക്കാനാവില്ല. അദ്ദേഹത്തിന് വേണ്ടിയാണല്ലോ ഞാൻ ഈ പേടാപ്പാടെല്ലാം അനുഭവിച്ചത്. രക്ഷപ്പെട്ടു. ഈ മാരണം ഇന്നത്തോട് ഒഴിഞ്ഞു കിട്ടുമല്ലോ. ഇനി വിഷ്ണുവേട്ടൻ എന്റേത് മാത്രം. ഇനി ഞങ്ങൾക്കിടയിൽ ആരുമില്ല. അതെ, എവിടെയാവാ ഉള്ളത്? എന്താ അവന്റെ പേര്? ചോദിക്കു ഭാമേ, ബാക്കിയുള്ള കാര്യങ്ങളൂടെ. ഹർഷൻ എന്നാണെന്ന് പറയടി. പറഞ്ഞു കൊടുക്കടി ആരാണെന്ന്. ആരായാലും നിങ്ങളുടെ വിവാഹം സത്യാമ്മ നടത്തി തരും. സത്യമേ, ഞാൻ സ്നേഹിക്കുന്ന ആള് അയാൾ ഇവിടെ തന്നെയുണ്ട്. സത്യമേ, ഞാൻ സ്നേഹിച്ചതും എന്നെ സ്നേഹിച്ചതും ഈ വിഷ്ണുവേട്ടൻ തന്നെയാ. സത്യമേ, ഞാനോ? കൊള്ളം പറയുന്നോടി പൊന്ന. വിഷ്ണുട്ടാ, കണ്ണ നീ എന്നെ ചതിച്ചല്ലേ? നീ എന്റെ അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മ എന്നെ മധുശ്രീ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ പിടിച്ചു നിൽക്കാൻ മറ്റൊരു നിവർത്തിയില്ലാതെ വന്നപ്പോ ഇവിടെ സ്നേഹിക്കുന്ന ഹർഷൻ എന്ന് പറയുന്ന ആള് അവൻ തിരിച്ചെത്തുന്നവരെ ഇവിടെ എന്റെ ഭാര്യയായിട്ട് നിങ്ങളുടെ കൂമ്പിൽ കഴിയാന്നുള്ള കരാറില് ഞാൻ വിളിച്ചോണ്ട് വന്നാ ഇവിടെ. ഈ താലി ഞാൻ കിട്ടിയൊന്നുമല്ല, മറ്റൊരു നിവർത്തിയില്ലാതെ എന്നോട് ഊരാൻ പറഞ്ഞു. അതൊരു വിശ്വാസത്തില ഞാൻ എന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. അമ്മേ, ഇവളെ വിശ്വസിക്കരുത്. ഇവളെ കള്ളിയാ, പേരും കള്ളി. വിഷ്ണുട്ടാ, എന്തൊക്കെയായി പറയുന്നേ? പറഞ്ഞു വിശ്വസിപ്പിച്ചതല്ലേ എന്നെ. എന്നിട്ട് ഇവളെ കണ്ടപ്പോ എന്നെ ഒഴിവാക്കല്ലേ? എന്നെ ഒഴിവാക്കല്ലേ വിഷ്ണുട്ട? വിഷ്ണുട്ടനെ മാത്രം കണ്ടോണ്ട് അച്ഛനെ അമ്മയും വരെ ഒഴിവാക്കി വന്നതാ ഞാൻ. വിഷ്ണുട്ടൻ കൂടി കൈയൊഴിഞ്ഞ പിന്നെ എനിക്ക് മരണമല്ലാതെ മറ്റൊരു മാർഗമില്ല. ശാലിനി പറയുന്നത് കേട്ട് എന്നെ കൈയൊഴിയല്ലേ വിഷ്ണുട്ടാ? സത്യമേ, ശാലിനി ഇനി ഒരിക്കലും വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഉറപ്പ് പറഞ്ഞതുകൊണ്ടാ ഞാൻ വിഷ്ണുവേട്ടനൊപ്പം ഇറങ്ങി വന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ. കാർത്തികേ, സത്യങ്ങളൊക്കെ എനിക്കറിയാം. നിന്റെ അമ്മയ്ക്കും അറിയാം. ഇപ്പൊ നീ കാരണം തകരുന്നത് ഈ മാഡത്തിന്റെ ജീവിതമാണ്. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. അവസാനിപ്പിച്ചേക്ക് നിന്റെ ഈ നാടകം.
എന്നിട്ട് ഇറങ്ങി വാ ഞങ്ങളുടെ കൂടെ. എടീ, ഇങ്ങോട്ട് വരാൻ വാ. ഇങ്ങോട്ട് വിടാ അവളെ. വിടാൻ. ദേ, ഇവളിപ്പോ എന്റെ സംരക്ഷണയിൽ കഴിയുന്നവളാ. എന്റെ അനുവാദം വേണം ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ. ഞങ്ങളെ മകളെ ഞങ്ങൾ കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ അനുവാദം എന്തിനാ? വാടി ഇവിടെ. തൊട്ടുപോകരുത് അവളെ. നിങ്ങൾ ഇവളുടെ മാതാപിതാക്കളാണെന്ന് നിങ്ങൾ പറഞ്ഞ അറിവേ ഉള്ളൂ എനിക്ക്. എന്നെ ബോധ്യപ്പെടുത്തണം. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഇവളുടെ അച്ഛനും അമ്മയും ആണെന്ന് എന്നെ ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെടുത്താനോ? തെളിവായിട്ട് ഇപ്പോ എന്റെ കയ്യിലുള്ളത് ഇവളെ പ്രസവിച്ച എന്റെ ഗർഭപാത്രം. അതെടുത്ത് എനിക്ക് കാണിക്കാൻ പറ്റുമോ? പെറ്റിട്ടത് കൊണ്ട് മാത്രം അമ്മയാവില്ല, വളർത്തണം. നേര് ചൊല്ലിക്കൊടുത്ത് മക്കളായിട്ട് വളർത്തണം. നമുക്ക് പോവാ ശൈലജ. ഇനി ഇങ്ങനെ ഇവിടെ നിന്നും മാനം കളയാൻ വയ്യ. പക്ഷെ കാർത്തികേ, ഒന്ന് നീ ഓർത്തോ, ഈ മാഡത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വീഴ്ത്തിയ പാവത്തിന് നീ കണക്ക് പറയേണ്ടി വരും ഈശ്വരന്റെ മുമ്പിൽ ജീവിതകാലം മുഴുവൻ. കണ്ണ, എന്നെ ചതിച്ചല്ലേ. കണ്ണനോട് ഞാൻ ഇനി മിണ്ടില്ല, പൂജിക്കുകയും ചെയ്യില്ല. ചേട്ടാ പോവട്ടെ. അമ്മേ, അമ്മയെ ധിക്കരിച്ച് പറയല്ല. അമ്മ എടുക്കുന്ന തീരുമാനങ്ങളോട് ഒരു പരിധി വരെ എതിര് പറയുന്നവനല്ല ഞാൻ. പക്ഷെ ഇതിനെനിക്ക് മറുപടി കിട്ടിയേ തീരൂ. സത്യം എന്താന്ന് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടും ഇപ്പൊ കണ്ണടച്ചിരുട്ടാക്കലാണ് അമ്മ ചെയ്യുന്നേ. കാരണം എന്താ? ഈ ശാലിയോടുള്ള ദേഷ്യം. അമ്മയ്ക്ക് അവളെ ഉൾക്കൊള്ളാനാവുന്നില്ല. അത് തന്നെയല്ലേ സത്യം. ഇപ്പൊ അമ്മയ്ക്ക് വലുത് ഈ മകന്റെ സന്തോഷമല്ല, വാശിയ. ശാലിനിക്ക് മുമ്പിൽ ജയിച്ച് കാണിക്കണമെന്നുള്ള അമ്മയുടെ ഒരിക്കലും തീരാത്ത വാശി. അതേടാ, അത് തന്നെയാടാ. എന്റെ മുന്നിൽ നിന്ന് ഇത്രയും സംസാരിക്കാൻ ദേ നിനക്ക് കിട്ടിയ ഊർജം ഇവള് തന്നതല്ലേടാ. ഇവള് തന്നത്. എന്ന് നീ ഇവളെ കണ്ടുമുട്ടിയോ അന്നു മുതൽ തുടങ്ങിയതാണ് നിന്റെ കഷ്ടകാലം. ഇപ്പതാ ഇവളെ നീ തള്ളി പറയാൻ കാരണവും ദേ ഇവളാ. വിഷ്ണു, നീ ഒന്നും ഓർക്കണം. നിന്നെ മാത്രം വിശ്വസിച്ച് ഇറങ്ങി വന്നവളാ കാർത്തിക. ഇവളുടെ കണ്ണീര് ഒരു തുള്ളി ഈ മുറ്റത്ത് വീണ നിന്റെ വരും തലമുറ അത് അനുഭവിക്കൂടാ. അമ്മേ, അമ്മോട് ഞാൻ പറയുന്നു മനസ്സിലാവുന്നില്ലേ? ഇവള് മിണ്ടരുത്, മിണ്ടരുത് നീ. നിനക്കിപ്പോ നിന്റെ കളക്ടർ ഭാര്യ പറയുന്നതാ വേദവാക്യം. വിഷ്ണു, ഒരു പ്രാവശ്യമെങ്കിൽ ഒരു പ്രാവശ്യം നീ ഈ പെൺകൊച്ചിന് ആശ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ഇവളെ കൈവിടരുത്. ഇവളെ കൈവിടാൻ ഞാൻ സമ്മതിക്കില്ലടാ. കാരണം ഇവൾക്ക് അഭയം കൊടുത്തത് ഞാനാ, സത്യഭാമ. മറിച്ചാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ മുൻപിൽ ഈ വീടിന്റെ പടിവാതിൽ എനിക്ക് അടച്ചിടേണ്ടി വരും. അതിന്റെ പേരിൽ 10 ദിവസം ആശുപത്രി ബെഡിൽ കിടക്കേണ്ടി വന്നാലും, അതല്ല ഞാൻ ഇനി മരിക്കേണ്ടി വന്നാൽ തന്നെ ഞാനത് ചെയ്യും വിഷ്ണു. എടാ, നീ എന്റെ ജീവന്റെ ഒരു ഭാഗം തന്നെയാ. ആ ഭാഗം എന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ ഞാൻ ഇവിടെ സമ്മതിക്കില്ല. വിഷ്ണുവേട്ടന്റെ നാവ് അടപ്പിക്കാനുള്ള ബുദ്ധി സത്യാമ്മയ്ക്കുണ്ട്. ഇവർ ഒരു തരത്തിലും പിടിതരില്ല. അതെടി, എന്റെ മകൻ വിഷ്ണുവിന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചത് നീയാണെന്ന് എനിക്കറിയാം. ഇനി ഇവൻ എന്റെ നേരെ ഉയർത്തുന്ന ഓരോ വാക്കിനും നിന്നെ ഞാൻ ശപിച്ചുകൊണ്ടിരിക്കും. അതായത് ഇവൻ എന്നെ എത്രത്തോളം വേദനിപ്പിക്കുന്നോ അതിന്റെ 10 മടങ്ങ് ഞാൻ നിന്നെ വെറുത്തുകൊണ്ടിരിക്കും. അതെന്റെ മരണം വരെ നിലനിൽക്കുകയും ചെയ്യും. വിളിച്ചോണ്ട് പോയി ഇവരെയല്ല. ഈ കാർത്തിക ഉണ്ടല്ലോ, ഇവിടെ തന്നെ ഉണ്ടാകും, വിഷ്ണുവിന്റെ ഭാര്യയായിട്ട്.
സത്യമേ, മനസ്സുകൊണ്ട് ഒന്നിച്ചവരാ ഞാനും വിഷ്ണുവേട്ടനും. അഗ്നിപരീക്ഷയിൽ അഗ്നിസാക്ഷിയായി പരസ്പരം ഒന്നിച്ചു കഴിഞ്ഞോളാമെന്ന് പറഞ്ഞ് ഒത്തുചേർന്നവർ. ഞങ്ങളുടെ ഉള്ളിലെ പ്രണയം ഞങ്ങളുടേത് മാത്രമായിട്ടുള്ള അഹങ്കാരമായി നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു ശക്തിക്കും ഞങ്ങളെ വേർപെടുത്താനാവില്ല. ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്. ഇതാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, നടക്കുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് പറയുന്നത്.